ഹലോ സ്റ്റുഡൻസ്. സോ ഇന്നത്തെ ക്ലാസ് മെത്തേഡ് ഓവർലോഡിങ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജാവേൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പോളിമോർഫിസം എന്ന് പറഞ്ഞ ഫീച്ചർ. പോളിമോർഫിസം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നത് പോളിമോർഫിസം ഈസ് യൂസ് ഫോർ എക്സിബിറ്റിംഗ് ഡിഫറെൻറ്റ് ബിഹേവിയർ വിത്ത് ദ സെയിം നെയിം. ഒരേ പേരിൽ പല റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നതാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് പോളിമോർഫിസം അല്ലേ, പോളിമോർഫ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അന്നേരം ഐ തിങ്ക് ഐ ഹാവ് ഡിസ്കസ് എൻ എക്സാമ്പിൾ അബൌട്ട് ഒരു പേഴ്സൺ, ഒരു ഫാമിലിയിലുള്ള ഒരു മനുഷ്യൻ, അയാൾ ഫാമിലിയിലുള്ള ഓരോരുത്തർക്കും വ്യത്യസ്തമായ റോളിലായിരിക്കും അയാൾ ഹി വിൽ ബി പ്ലേയിങ് ഡിഫറെൻറ്റ് റോൾസ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ദ ഫാമിലി. ഹി വിൽ ബി എ ഫാദർ for a particular person, for his child. He will be son for his mother. He will be husband for his wife. അല്ലെ, അങ്ങനെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഓരോ മനുഷ്യനുണ്ടാവുക. ഐ മീൻ മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും അങ്ങനെ, പക്ഷെ ഒരാൾക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, സോ വെൻ യു കോൾ യുവർ ഫാദർ ബൈ ഹിസ് നെയിം, you are actually calling your father to take his responsibility as a father. When his mother call him by his name, he has to act as a son അല്ലേ. അങ്ങനെ ഓരോ റെസ്പോൺസിബിലിറ്റിയും വേറെ ആണെങ്കിൽ പോലും ഒരാളാണിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ പേരിലാണത് അറിയപ്പെടുന്നത്. റൈറ്റ്, അതിനാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. സോ ഈ കേസിൽ നമ്മൾ ജാവയിൽ പോളിമോർഫിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലുണ്ട്. ഓവർലോഡിംഗ് ഉണ്ട്, ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ഓവർലോഡിങ്ങാണ് പഠിക്കാൻ പോകുന്നത്. മെത്തേഡ് ഓവർലോഡിംഗ് എന്നാണ് പറയുന്നത്. മെത്തേഡ് ഓവർലോഡിംഗ് നമുക്കറിയാം, ജാവയിൽ മെത്തേഡ്സ്, ക്ലാസ്സിൻ്റെ അകത്ത് മെത്തേഡ്സ് ഉണ്ടാവും. ഈ മെത്തേഡ്സിന്, ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സ് ഒരേ പേരിൽ മെത്തേഡ്സ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഒരേ പേരിലാണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ മെത്തേഡ്സ് ഡിഫറെൻ്റ് ആവണം. മെത്തേഡ്സ് ഒരേ പേരിലാണെങ്കിൽ പോലും അതിൻ്റെ പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. അതിൻ്റെ പേര് ഒന്നാണെങ്കിൽ പോലും അതിൻ്റെ പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമേ കമ്പൈലറിന് കൺഫ്യൂഷൻ ഇല്ലാണ്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഏത് മെത്തേഡാണ് ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Okay, so നമ്മൾ Java supports polymorphism through two features called method overloading and method overriding. Here we are going to discuss about the feature called method overloading. നമ്മൾ സി പഠിക്കുമ്പോൾ ഞാനൊരു സി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സി പഠിക്കുമ്പം നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, ഒരു പേരിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ടാവാൻ പറ്റില്ല. അത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ആഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആഡ് ചെയ്തിട്ട് ഫങ്ഷൻസ് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സി ആദ്യത്തെ പ്രോട്ടോടൈപ്സ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഫങ്ഷൻസിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നത് ഫ്ലോട്ടാണ്. രണ്ട് ഫ്ലോട്ട് വാല്യൂസാണ് അത് റിട്ടേൺ ചെയ്യുന്നത്, ഒരു ഫ്ലോട്ടാണ്. രണ്ടാമത്തെ ആഡ് ഫങ്ഷൻ ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നത് രണ്ട് ഇൻറ്റിജേഴ്സാണ്, റിട്ടേൺ ചെയ്യുന്നത് ഇൻറ്റിജറാണ്. സോ അതിന് രണ്ടിനും ഡെഫിനേഷൻസ് ഞാൻ കൊടുത്തു ഇവിടെ. ഓക്കെ, ഡെഫിനേഷൻസ് കൊടുത്തു. ഫ്ലോട്ട് ആണെങ്കിൽ അത് രണ്ട് ആഡ് ചെയ്തിട്ട് ഫ്ലോട്ട് റിട്ടേൺ ചെയ്യുന്നു, ഫ്ലോട്ട് ടൈപ്പ് റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇൻറ്റിജർ ആണെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇൻറ്റിജർ ടൈപ്പ് റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. പിന്നെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ രണ്ട് ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ്. ആഡ് ഓഫ് 1,2 എന്ന് പറയുന്നത് ഇൻറ്റിജർ വേർഷൻ, അതായത് ഇതിനെ ഈ ആഡ് ഓഫ് 1,2 വിളിക്കുമ്പം ആക്ച്വലി ഇതിനെയാണ് വിളിക്കേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആഡ് ഓഫ് 1.5, 3.5 എന്ന് കൊടുക്കുമ്പം ഈ ഫ്ലോട്ട് വേർഷൻ, ഫ്ലോട്ട് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്ന ആ ആഡ് വേർഷനെയാണ് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ ഞാൻ ചെയ്തു വെച്ചെങ്കിലും ഞാൻ കമ്പൈൽ ചെയ്യുമ്പം ഐ വിൽ സി എറേഴ്സ്. ഐ കനോട്ട് ഗോ ഫോർവേഡ്. സോ യു ക്യാൻ സി പ്രീവിയസ് ഡിക്ലറേഷൻ ഓഫ് ആഡ് വാസ് ഹിയർ എന്ന് പറയുന്നുണ്ടോ, പ്രീവിയസ് ഡെഫിനിഷൻ ഓഫ് ആഡ് വാസ് ഹിയർ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം തന്നെ ഒരേ പേരിൽ രണ്ട് ഫങ്ഷൻസ് ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് സിയിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ജാവയിൽ അത് വളരെ എളുപ്പത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിൽ സീ ദാറ്റ്.
When an overloaded method is invoked, Java uses the type and number of arguments as its guide to determine which version of the overloaded method to actually call. So, ഒരേ പേരിലാണ് മെത്തേഡ്സ് എങ്കിൽ പോലും അതിനെ വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ശ്രമിച്ചിരിക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെത്തേഡിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഒന്നെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്സ്, ഡേറ്റ ടൈപ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ രണ്ട് ഫങ്ഷൻസ് ഒരേ പേരിലാണെങ്കിൽ, മെത്തേഡ്സ് ഒരേ പേരിലാണെങ്കിൽ പോലും അത് ഡിഫറെൻ്റ് ആയിരിക്കണം. എങ്ങനെ അതിൻ്റെ മെത്തേഡ്സിൻ്റെ പാരാമീറ്റേഴ്സ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് മീൻസ് ഡേറ്റ ടൈപ്സ് ഡിഫറെൻ്റ് ആവണം. ഓക്കെ, സോ ദ ഓവർലോഡഡ് മെത്തേഡ്സ് മസ്റ്റ് ഡിഫർ ഇൻ ദ ടൈപ്പ് ആൻഡ് ഓർ നമ്പർ ഓഫ് ദിയർ പാരാമീറ്റേഴ്സ്. ടൈപ്പ് ഡിഫർ ചെയ്യാം, നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഡിഫർ ചെയ്യാം, അങ്ങനെ ആൻഡ് ഓർ നമ്പർ ഓഫ് ദിയർ പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആഡിൻ്റെ ഒക്കെ നമുക്കങ്ങനെ ചെയ്യാം. ആഡ് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്ലോട്ട് റിട്ടേൺ ടൈപ്പും, പിന്നെ റിട്ടേൺ ടൈപ്പിന് വലിയ പ്രാധാന്യം ഇല്ല ആക്ച്വലി. മെത്തേഡ് ഓവർലോഡിങ്ങിന് റിട്ടേൺ ടൈപ്പ് വ്യത്യസ്തമാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ, ഇങ്ങനെ ഒരു ഫംഗ്ഷനും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്ത് ഇത് രണ്ട് ഫംഗ്ഷൻ തമ്മിൽ കമ്പൈലറിന് മനസ്സിലാവില്ല. ഇത് വ്യത്യസ്തമായ ഫംഗ്ഷൻസ് ആണെന്ന് മനസ്സിലാവില്ല. ഇത് കമ്പൈലറിന് കൺഫ്യൂഷൻ ആവും. ബിക്കോസ് ഇവിടെ റിട്ടേൺ ടൈപ്പ് വ്യത്യസ്തമാണെങ്കിൽ പോലും കമ്പൈലർ റിട്ടേൺ ടൈപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല, മെത്തേഡിൻ്റെ പാരാമീറ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ട് മെത്തേഡിൻ്റെയും പാരാമീറ്റേഴ്സ് ഒന്നാണ്. ഐ മീൻ ടൈപ്പും നമ്പറും ഒക്കെ, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇവിടെ രണ്ടാണ്, ഇവിടെയും രണ്ടാണ്. ടൈപ്പ് ഇവിടെ 2 ഇൻറ്റിജറാണ് പാസ് ചെയ്യുന്നത്, ഇവിടെയും 2 ഇൻറ്റിജറാണ്. സോ ഇവിടെ രണ്ടും ഒരേതാണെന്നുള്ള രീതിയിലാണ് കമ്പൈലർ എടുക്കുക. സോ കമ്പൈലറിന് കൺഫ്യൂഷൻ കമ്പൈലർ വിൽ ബി കൺഫ്യൂസ് വിച്ച് എന്നുള്ളത് കമ്പൈലറിന് കൺഫ്യൂഷൻ ആവും. സോ ഇങ്ങനെ ആകാൻ പറ്റില്ല. എപ്പോഴും എന്താണ്, പാരാമീറ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ആയിരിക്കാം. ഡിഫറെൻറ്റ് ടൈപ്പും ആൻഡ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് വ്യത്യസ്തമാണെന്ന് നമ്മൾ വ്യത്യസ്തമാക്കണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണാം. ഓവർലോഡ് ഡെമോ എന്ന് പറഞ്ഞൊരു ക്ലാസ്, അതിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് പ്രിൻറ്റ് ചെയ്യാതെ നോ പാരാമീറ്റേഴ്സ് പ്രിൻറ്റ് ചെയ്യാണ്. പിന്നെ ആ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ വേറൊരു മെത്തേഡും കൂടി കൊടുത്തിട്ടുണ്ട്, വിച്ച് ഹാസ് എ പാരാമീറ്റർ ഇൻറ്റ് പാരാമീറ്റർ ഉള്ളത്, റിട്ടേൺസ് വോയിഡ്. ആൻഡ് ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് ആ പാരാമീറ്റർ എന്താണോ പാസ് ചെയ്തത്, ഐ മീൻ ആർഗ്യുമെൻറ്റ് എന്താണോ പാസ് ചെയ്തിരിക്കുന്നത് അത് പ്രിൻറ്റ് ചെയ്യുന്നു ഇവിടെ. ഇനി ആ ക്ലാസ്സിൽ തന്നെ വേറൊരു ടെക്സ്റ്റ് മെത്തേഡും കൂടി ആഡ് ഇട്ടിട്ടുണ്ട്. 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ബോത്ത് ഓഫ് ടൈപ്പ് ഇൻറ്റ്. ഓക്കെ, പിന്നെ വീണ്ടും ഒരേ പേരിൽ 4 മെത്തേഡ്സാണ് ഉള്ളത്. 4ാമത്തെ മെത്തേഡിന് ഡബിൾ ടൈപ്പ് ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, റിട്ടേൺ ടൈപ്പ് ഡബിൾ. സോ നിങ്ങൾക്ക് കാണാം, ടെസ്റ്റ് എന്ന് പറയുന്ന പേരിൽ തന്നെ 4 മെത്തേഡ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെത്തേഡ് ഓവർലോഡിങ്. സോ നമ്മളെ മെയിൻ ഫംഗ്ഷനുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഓവർലോഡ് എന്ന് പറഞ്ഞ ക്ലാസ്. എന്നിട്ട് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഓവർലോഡ് ഡെമോൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. അതായത് നമ്മളെ ടെസ്റ്റ് മെത്തേഡ്സ് ഉള്ള ആ ക്ലാസ്സിൻ്റെ പേരാണ് ഓവർലോഡ് ഡെമോ. ആ ഓവർലോഡ് ഡെമോൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി OB. ഓക്കെ, എന്നിട്ട് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞൊരു ലോക്കൽ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ എല്ലാ ടെസ്റ്റ് മെത്തേഡ്സും വിളിക്കണം നമ്മൾ. ഓക്കെ, 4 ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ടല്ലോ. ഓക്കെ, എല്ലാം ഒരേ പേരാണെങ്കിൽ പോലും ഫോർ ഓഫ് ദം ആർ ഡിഫറെൻറ്റ്. ആദ്യത്തിന് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നില്ല അല്ലേ, രണ്ടാമത്തേന് ഒരു ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്, മൂന്നാമത്തേന് 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ്, 4ാമത്തേന് ഒരു ഡബിൾ ആർഗ്യുമെൻറ്റ് അല്ലേ. അങ്ങനെ നമ്മൾ 4 മെത്തേഡ്സും വിളിക്കുകയാണ്. ഓക്കെ, സോ യു ക്യാൻ സി ഇത് ഇങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുക. ആദ്യത്തത് നോ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത് വരും. രണ്ടാമത്തത് യു ക്യാൻ സി ഇവിടെ രണ്ടാമത്തത് ഇതാണല്ലേ, ഇത് പ്രിൻറ്റ് ചെയ്യാണ്, A: ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. സോ ഇവിടെ
10 ആണ് പാസ് ചെയ്തിരിക്കുന്നത്. സോ 10 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് ഉള്ളത്, അത് എ ആൻഡ് ബി എന്ന് കൊടുത്തിട്ട് എയും ബിയും പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ എ ആൻഡ് ബി പിന്നെ എയും ബിയും. സോ ഇവിടെ 10ഉം 20 ആണല്ലോ പാസ് ചെയ്തത്, അത് രണ്ടും പ്രിൻറ്റ് ചെയ്യും. പിന്നെ നാലാമത്തെ മെത്തേഡ് ഡബിൾ ആർഗ്യുമെൻ്റ് എടുക്കുന്നത്, ഡബിൾ ടൈപ്പ് ആർഗ്യുമെൻറ്റ് ടെസ്റ്റ് ഓഫ് 123.25. സോ ഡബിൾ എ കോളൻ 123.25 അങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക. ഫൈൻ. എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്യുക കൂടാതെ യു ക്യാൻ സി അത് അതിൻ്റെ വാല്യൂ റിസൾട്ടിലോട്ട് റിട്ടേൺ ഉണ്ടോ. ഓക്കെ, എ സ്റ്റാർ എ ഇൻറ്റു എ ചെയ്തിട്ട് അത് ഇവിടെ റിസൾട്ടിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ റിസൾട്ട് ഓഫ് ഒ ബി ഡോട്ട് ടെസ്റ്റ് ഓഫ് 123.25 റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ സ്ക്വയറാണ് ആക്ച്വലി അല്ലേ, അത് സ്ക്വയർ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ യു ക്യാൻ സി ടെസ്റ്റ് ഇസ് ഓവർലോഡഡ് 4 times. ഡിഫറെൻറ്റ് ടെസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് ആക്ച്വലി. ഫസ്റ്റ് വേർഷൻ ടേക്സ് നോ പാരാമീറ്റേഴ്സ്, സെക്കൻഡ് ടേക്സ് 1 integer പാരാമീറ്റർ, തേർഡ് ടേക്സ് 2 integer പാരാമീറ്റേഴ്സ്, ഫോർത്ത് ടേക്സ് 1 double പാരാമീറ്റർ. ഓക്കെ, സോ എപ്പോഴും ജാവ ഈ ഓവർലോഡ് മെത്തേഡ്സ് ഉണ്ടാകുമ്പോൾ ജാവ എന്താണെന്ന് നോക്കുകയെന്ന് വെച്ചാൽ ജാവ ലുക്സ് ഫോർ എ മാച്ച് ബിറ്റ്വീൻ ദി ആർഗ്യുമെൻറ്റ്സ് യൂസ് ടു കോൾ ദ മെത്തേഡ് ആൻഡ് ദ മെത്തേഡ്സ് പാരാമീറ്റേഴ്സ്. നമ്മൾ മെത്തേഡ് വിളിക്കുന്ന സമയത്തുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, ആ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് മാച്ചിങ് നടത്തുക. ഓക്കെ, സോ ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് അതിനെയാണ് അന്നേരം വിളിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് മെത്തേഡ് ഓവർലോഡിങ്. ഇനി കൺസ്ട്രക്ടേഴ്സും നമുക്ക് ഓവർലോഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ടേഴ്സ് ആർ യൂസ് ടു ഇനീഷ്യലൈസ് ഒബ്ജക്ട്സ്. ഇത് നമ്മൾ മുന്നേത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അല്ലേ. സോ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് കൊടുത്തത് ഓർമ്മയില്ലേ, അതിൻ്റെ ഡയമെൻഷൻസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ആ ബോക്സ് എന്ന ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ടേഴ്സ് ഓവർലോഡ് ചെയ്യാം. അതായത് മോർ ദാൻ 1 കൺസ്ട്രക്ടേഴ്സ് നമുക്ക് കൊടുക്കാം, വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ് or different number of parameters. Okay, so in addition to overloading normal methods, you can also overload constructor methods. Overloaded constructors will be the norm, not the exception. സാധാരണ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട വരും ഓവർലോഡഡ് കൺസ്ട്രക്ടേഴ്സ് ഒന്നിലധികം കൺസ്ട്രക്ടേഴ്സ് ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ് ബോക്സിൻ്റെ തന്നെ. നമ്മളിത് നേരത്തെ ബോക്സ് ക്ലാസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ, 3 പാരാമീറ്റേഴ്സ് എടുക്കുന്നത് അല്ലെ. ദാറ്റ് മസ്റ്റ് പാസ് 3 ആർഗ്യുമെൻറ്റ്സ് ടു ദ ബോക്സ് കൺസ്ട്രക്ടർ. സോ ഇങ്ങനെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എറർ പറയും. ഓക്കെ, ദിസ് വിൽ കോസ് എൻ എറർ ബിക്കോസ് നമ്മളെ കൺസ്ട്രക്ടർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3 ആർഗ്യുമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് എറർ വരും. ഓക്കെ, സോ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ഒരു ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് ഡയമെൻഷൻസ് ഒന്നും കൊടുക്കാതെ ഒരു എംപ്റ്റി ആയിട്ട് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡയമെൻഷൻസ് കൊടുക്കാതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടാവും. ചില സമയത്ത് അതല്ലാതെ നമുക്ക് ഒരേ ഡയമെൻഷൻസ് ഉള്ള ഒരു ബോക്സ്, അതായത് എല്ലാ ഡയമെൻഷൻസും ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു ക്യൂബ് അതാണല്ലോ ക്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. സോ ഓൾ 3 dimensions ഹാവ് ദ സെയിം വാല്യൂ. സോ അങ്ങനെ ആകുമ്പം അങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ടർ നമുക്ക് വേണമെന്ന് വെച്ചു. അങ്ങനെ വേറിട്ട രീതിയിൽ നമുക്ക് ബോക്സ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടാവും. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യാണ്ട് എംപ്റ്റി ആയിട്ട് നമുക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടാവും. ഡയമെൻഷൻസ് ഒന്നും പാസ് ചെയ്യാതെ ചില സമയത്ത് നമുക്ക് എല്ലാ ഡയമെൻഷൻസും ഈക്വൽ വാല്യൂ ആയിട്ട് കൊടുക്കണമെന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡിഫറെൻറ്റ് ബോക്സ് കൺസ്ട്രക്ടേഴ്സ് നമുക്ക് കൊടുക്കാം. അതിനാണ് ഇവിടെ കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ കാണാം, ഇവിടെ ആദ്യത്തെ കൺസ്ട്രക്ടർ തന്നെ ഇവിടെ ഉണ്ട് വിത്ത് 3
പാരാമീറ്റേഴ്സ് വിച്ച് ഈസ് ഓഫ് ടൈപ്പ് ഡബിൾ. ഓക്കെ, ഡയമെൻഷൻസ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് കാണാം വേറൊരു കൺസ്ട്രക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഡസൻ ഹാവ് എനി ആർഗ്യുമെൻറ്റ്സ് ഓർ ഡസൻ ഹാവ് എനി പാരാമീറ്റേഴ്സ്. ഇത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് -1 എന്നായിട്ടാണ് എല്ലാ ഡയമെൻഷൻസും കൊടുക്കുന്നത്. സോ ദിസ് കൺസ്ട്രക്ടർ ഇസ് യൂസ്ഡ് വെൻ നോ ഡയമെൻഷൻ സ്പെസിഫൈഡ്. ഓക്കെ, നമ്മൾ ഡയമെൻഷൻസ് ഒന്നും കൊടുക്കാതെ ബോക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഈ കൺസ്ട്രക്ടറാണ് വിളിക്കപ്പെടുക. പിന്നെ നമ്മൾ ക്യൂബ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിച്ചോ, ഒരേ വാല്യൂ ഒരേ ഡയമെൻഷൻസ് ഒക്കെ ഒരേ വാല്യൂ ഉള്ളതാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് എ ക്യൂബ്. സോ അത് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാം. സോ ഒരു സിംഗിൾ വാല്യൂ കൊടുത്താൽ മതി, 3 ഡയമെൻഷൻസും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ക്യൂബ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ this constructor will be used which will initialize all the dimensions to the same value. Okay, width equal to height equal to depth equal to len എന്താണോ പാസ് ചെയ്ത ഡയമെൻഷൻ അത് എല്ലാ വിഡ്ത്തിനും ഹൈറ്റും ഡെപ്തിനും ഒരേ വാല്യൂ ആയിട്ട് കൊടുക്കാം. എന്നെ ദിസ് ഇസ് ദി വോളിയം ഫംഗ്ഷൻ, നേരത്തെ ഉണ്ടായ വോളിയം ഫംഗ്ഷനാണ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു റിട്ടേൺ ദി വോളിയം ഓഫ് ദി ബോക്സ്. സോ യു ക്യാൻ സി നമ്മൾ 3 കൺസ്ട്രക്ടേഴ്സ് വിളിക്കുകയാണ് ഇവിടെ. ഇത് ആദ്യത്തെ കൺസ്ട്രക്ടർ വിളിക്കും വിത്ത് 3 പാരാമീറ്റേഴ്സ്. ഇത് രണ്ടാമത്തെ കൺസ്ട്രക്ടർ വിച്ച് പാസ് no arguments, we don't pass any arguments. ഇത് we pass only one single argument. ഓക്കെ, അങ്ങനെ 3 കൺസ്ട്രക്ടറും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ 3 കൺസ്ട്രക്ടർ വെച്ചിട്ടും നമ്മൾ 3 ബോക്സസ് ഉണ്ടാക്കി. ആദ്യത്തെ ബോക്സിൻ്റെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. മൈ ബോക്സ് 1 ഡോട്ട് വോളിയം ഫംഗ്ഷൻ വിളിച്ചു. മൈ ബോക്സ് 2 ഡോട്ട് വോളിയം ഫംഗ്ഷൻ സെക്കൻഡ് ബോക്സിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. മൈ ക്യൂബ് ഡോട്ട് വോളിയം അത് വെച്ചിട്ട് മൂന്നാമത്തെ ബോക്സിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ രണ്ടാമത്തെ ബോക്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് -1 ആയിരിക്കും. റൈറ്റ്, -1 എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ -1 ആയിട്ടാണല്ലോ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. റൈറ്റ്, സോ മൈ ബോക്സ് 2 വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൺസ്ട്രക്ടർ വിളിക്കുന്നത്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് -1 ആയിരിക്കും. സോ -1 ഇൻറ്റു -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -1 ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. വോളിയം റിട്ടേൺ ചെയ്യുന്നത് -1 ആയിരിക്കും. പിന്നെ തേർഡ് കോൾ ടു കൺസ്ട്രക്ടർ ഇസ് മൈ ക്യൂബ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വേർ യു പാസ് 1 സിംഗിൾ ആർഗ്യുമെൻറ്റ് 7. സോ 7 ഇൻറ്റു 7 ഇൻറ്റു 7 അതാണ് അവിടെ വിച്ച് ഇസ് 343. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് കൺസ്ട്രക്ടർ ഓവർലോഡിങ്. ഫൈൻ.